സനാതനധർമ്മത്തിന്റെ പേരു പറഞ്ഞ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് നേരെ രാജ്യത്തിനാകെ അപമാനകരമായ ഒരു അതിക്രമ ശ്രമമുണ്ടായ ദിവസമാണിന്ന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ കോടതി മുറിയിൽ വെച്ചാണ് ഷൂ എറിയാൻ ശ്രമമുണ്ടായത്. അതും ഒരു അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന്. രാകേഷ് കിഷോർ എന്ന അഭിഭാഷകന്റെ വ്യക്തിപരമായ അതൃപ്തിയാണോ ഈ അതിക്രമ ശ്രമത്തിന് കാരണം എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമായിരുന്നില്ലേ ഇത്? ഈ വിഷയത്തിൽ ഏറ്റവും സൗമ്യമായി നേരിട്ട ചീഫ് ജസ്റ്റിസിന്റെ സമീപനം ശ്രദ്ധേയമായി. ആദ്യം കോടതി മുറിയിൽ സംഭവിച്ചത് എന്ത് എന്ന് നോക്കാം. ആദ്യ രാവിലെ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് അഭിഭാഷകൻ രാകേഷ് കിഷോർ ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമശ്രമം നടത്തിയത്. 71-കാരനായ രാകേഷ് കിഷോർ ഡയസിന് സമീപം ചെന്ന് തന്റെ ഷൂ ഊരി ചീഫ് ജസ്റ്റിസിന് നേരെ എറിയാൻ ശ്രമിച്ചു. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അഭിഭാഷകനെ പിടികൂടി കോടതിക്ക് പുറത്തെത്തിച്ചു. സനാതന ധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ ഒരിക്കലും സഹിക്കില്ലെന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഖജുരാഹോ ക്ഷേത്ര സമുച്ചയത്തിൽ വിഷ്ണു പ്രതിമ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശങ്ങളാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. ഇയാളെ പോലീസിന് കൈമാറിയെങ്കിലും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് പിന്നീട് വിട്ടയച്ചു. സംഭവത്തിന് പിന്നാലെ രാകേഷ് കിഷോറിനെ ബാർ കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആക്രമണ ശ്രമത്തിൽ പതറാതിരുന്ന ചീഫ് ജസ്റ്റിസ് BR ഗവായ് അഭിഭാഷകരോട് വാദം തുടരാൻ ആവശ്യപ്പെട്ടു. ഇതൊന്നും കണ്ട് ശ്രദ്ധ മാറരുതെന്നും ഇത്തരം കാര്യങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്തായിരുന്നു പ്രകോപനം എന്ന് നോക്കാം. മധ്യപ്രദേശിലെ ഖജുരാഹോ ജവാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജിയിലെ ഇടപെടലാണ് പ്രകോപനം എന്ന് പറഞ്ഞു കേൾക്കുന്നു. ക്ഷേത്രത്തിൽ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കാത്തത് വിശ്വാസിയുടെ മൗലികാവകാശ ലംഘനമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ആവശ്യം വിഷ്ണു ഭഗവാനോട് തന്നെ പറയൂ എന്ന് പലതും പറഞ്ഞു വരുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരനോട് പറഞ്ഞു. മധ്യപ്രദേശ് സ്വദേശി രാകേഷ് ദയാൽ സമർപ്പിച്ച ഹർജി പ്രശസ്തി ലക്ഷ്യമാക്കിയാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ആവശ്യം അറിയിക്കേണ്ടത് കോടതിയിലല്ല ആർക്കിയോളജി വിഭാഗത്തിലാണ് എന്നും നിർദ്ദേശിച്ചു. കോടതി പരാമർശം സീനിയർ അഭിഭാഷകർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിച്ചു. ഇതോടെ എല്ലാ മതങ്ങളോടും ബഹുമാനമാണ് എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് വിശദീകരിക്കേണ്ടി വന്നു. ക്ഷേത്രം ASIയുടെ കീഴിലായതിനാലാണ് കോടതി അത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്നും സൂചിപ്പിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ചീഫ് ജസ്റ്റിസിനെ ഈ വിഷയത്തിൽ പിന്തുണച്ചിരുന്നു. മറ്റൊരു സംഭവം ഇതിനിടെ നടന്നത് ചീഫ് ജസ്റ്റിസിന്റെ അമ്മയ്ക്ക് RSSന്റെ ഒരു പരിപാടിയിലേക്ക് 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. RSS പരിപാടിയിലേക്ക് BR ഗവായിയുടെ അമ്മ കമൽ ഗവായിക്കാണ് ക്ഷണമുണ്ടായത്. അത് വലിയ വിവാദമൊക്കെയായി, വലിയ ചർച്ചയായിരുന്നു. ഒക്ടോബർ 5 RSS ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിരുന്നു ആ ക്ഷണം. ഒടുവിൽ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ ഒരു നിലപാട് പ്രഖ്യാപനം തന്നെ അറിയിച്ചുകൊണ്ട് കമൽ ഗവായി വിട്ടുനിൽക്കുകയുമായിരുന്നു. താനും ഭർത്താവും എക്കാലവും അംബേദ്കറിൻ്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവരാണ് എന്നായിരുന്നു കമൽ ഗവായി അന്ന് പറഞ്ഞത്. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷബ്ന സിയാദ് കൂടുതൽ വിലയിരുത്തലുകൾക്കും വിശകലനങ്ങൾക്കുമൊക്കെയായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷബ്ന, എന്തായാലും നമ്മളെ എല്ലാവരെയും, മൊത്തം ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. പക്ഷേ അതർഹിക്കുന്ന തരത്തിൽ വലിയ ചർച്ചയ്ക്കൊന്നും ഇതുവരെ അത് വഴിവെച്ചിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്തിനായിരിക്കും ഈ നേരത്തെ പറഞ്ഞ ഈ 2 കാരണങ്ങൾ മാത്രമായിരിക്കുമോ ഈ അഭിഭാഷകന്റെ ഈ അതിക്രമത്തിന് കാരണമായിട്ടുണ്ടാവുക? ഇതിപ്പോൾ നമുക്ക് കോടതി മുറികളിൽ ഉണ്ടായിരുന്ന അഭിഭാഷകരിൽ നിന്നും അതോടൊപ്പം തന്നെ ചില നിയമ സൈറ്റുകളിൽ നിന്നൊക്കെയാണ് ഈ വിവരം നമുക്ക് ലഭിച്ചത് തന്നെ. കാരണം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം കോടതിയിലുണ്ടാകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അസാധാരണമായൊരു സംഭവം. കാരണം നമുക്കറിയാം, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അടക്കമുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള കോടതി മുറിയിൽ ഒരു അഭിഭാഷകൻ തന്നെ ഇത്തരത്തിൽ ഈ രീതിയിൽ പ്രതികരിക്കും എന്നത് ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ അഭിഭാഷകൻ 71 വയസ്സുള്ള ഒരു അഭിഭാഷകനാണ്. അപ്പോൾ ഒരുപാട് സീനിയറായ അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഡൽഹി പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു കടലാസ്, ഒരു കുറിപ്പ് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുറിപ്പിലാണ് ഈ സനാതന ധർമ്മത്തോട് അനാദരവ് കാണിക്കുന്നവരെ ഇന്ത്യയിൽ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ ഈ കുറിപ്പിൽ എഴുതിയിരുന്നു. അത് നോക്കിയാണ് അദ്ദേഹം കോടതി മുറിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ഈ ഷൂസ് എടുത്തെറിയാൻ ശ്രമിക്കുകയും ചെയ്തത്
എന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൃത്യമായി ഇതിൻ്റെ കാരണം വ്യക്തമാക്കുന്നത് തന്നെ ഇപ്പോൾ അഭിഭാഷകരടക്കം പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഗ്രഹം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. അതിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശം മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിലുള്ള ഒരു വിദ്വേഷമാണ് ഇന്ന് കോടതി മുറിയിൽ കാണിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ തരത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കോടതി മുറിയിൽ കണ്ടത് എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് എടുത്ത നിലപാടാണ്. ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അന്ന് തന്നെ ഈ വിഷ്ണു വിഗ്രഹവുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ തന്നെ താൻ ഒരു മതത്തിനും എതിരല്ല, അത്തരത്തിലുള്ള പരാമർശങ്ങൾ തെറ്റാണെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരം ഒരു അക്രമം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുമ്പോൾ കോടതിയുടെ ശ്രദ്ധ തിരിക്കാനും തന്നെ ഭീഷണിപ്പെടുത്താനും ആരും ശ്രമിക്കേണ്ട, ഈ കോടതി നടപടികൾ തുടരട്ടെ എന്ന് തന്നെ വ്യക്തമാക്കുകയും കോടതിയുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. എന്നാൽ ബാർ കൗൺസിൽ ഇതിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. കാരണം ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ആ അഭിഭാഷകന്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനെതിരായിട്ടുള്ള സംഭവമാണ് ഇന്നുണ്ടായത്. അഭിഭാഷക വൃത്തിക്ക് തന്നെ യോജിക്കാത്ത അല്ലെങ്കിൽ മാന്യതയില്ലാത്ത ഒരു നടപടി ഉണ്ടാകുകയും ബാർ കൗൺസിൽ അതിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ പോവുകയും ചെയ്തു. കാരണം ഇന്നറിയാം, ഇന്ന് രാവിലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ ബാർ കൗൺസിൽ ഈ അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്തു. ഇനി ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നത് വരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം തീരുന്നത് വരെ രാജ്യത്ത് ഒരു കോടതിയിലും ഈ അഭിഭാഷകന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ബാർ കൗൺസിലിൻ്റെ ഒരു നിയമപ്രകാരം വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി എടുത്തു. നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വലിയൊരു ചർച്ചയിലേക്ക് ഈ സംഭവം പോയിട്ടില്ല. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രി അതുപോലെ കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പ്രസ്താവന ഇറക്കിയിരുന്നു. വലിയ പ്രതിഷേധം ഈ രണ്ട് മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അതിലുള്ള പരാമർശങ്ങളോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെയും പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹം പട്ടികജാതിയിൽ നിന്ന് വരുന്ന ഒരു ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹം ബുദ്ധമതക്കാരനായ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ്. ഇങ്ങനെ പല പ്രത്യേകതകളും നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷന് നേരെ ഈ നിലയ്ക്കുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഭരണകൂടം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രതികരിച്ചോ എന്ന സംശയവും നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇതിൽ കേസ് എടുക്കേണ്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിട്ടയക്കണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇയാളുടെ ഒരു പ്രായം കണക്കിലെടുത്തുകൂടിയായിരിക്കണം. കാരണം 71 വയസ്സുള്ള ഒരു അഭിഭാഷകനാണ് ഈ രീതിയിൽ പ്രതികരിച്ചത്. വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തത്. എങ്കിൽ പോലും ചീഫ് ജസ്റ്റിസ് ഇതിൽ കേസ് എടുക്കേണ്ട, അദ്ദേഹത്തിന് ഈ ഷൂ അടക്കം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. കാരണം ഈ ഡൽഹി പോലീസ് ഷൂസ് അതുപോലെ അദ്ദേഹത്തിന് കയ്യിരുന്ന പേപ്പർ അത്തരത്തിലുള്ള മറ്റ് രേഖകളെല്ലാം പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം ഹൈക്കോടതി രജിസ്ട്രിയോട് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായം ആരായുകയും രജിസ്ട്രി തന്നെ ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കുകയും ചീഫ് ജസ്റ്റിസ് ഇതിൽ കേസ് എടുക്കേണ്ട, ഈ മറ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തേക്കാൻ പറയുകയും ആ രീതിയിൽ പോലീസ് ഇടപെട്ട് ഈ കേസ് എടുക്കാതെ വിട്ടയച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് പുതുതായി ലഭിക്കുന്ന വാർത്ത. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണകൂടം അതിനനുസരിച്ച് പ്രതികരിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ഗുരുതരമായ ഇത്രയും ഉന്നത നീതിപീഠത്തിനെതിരെ ഈ രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായതിൽ കൃത്യമായൊരു നടപടിയിലേക്ക് പോയില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. റൈറ്റ്. എന്തായാലും തീർച്ചയായും ഞെട്ടലോടെ മാത്രം നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ വന്നത് 2 മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ്. അത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും. ഈ 2 മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ് കർക്കശമായി ഇതിൻ്റെ ഈ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള, അത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പൊതു അവസ്ഥ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ 80%, അതായത് 80%, 2023 കണക്ക് പ്രകാരം 80% ഉന്നത ജാതിക്കാർ മാത്രമുള്ള ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ നീതികേടുകളിൽ, പരിമിതികളിൽ ഒന്ന് അതാണ് എന്ന് പറയും. തീർച്ചയായും ഈ ഭരണഘടനയെയാണ് വ്യാഖ്യാനിക്കേണ്ടത്,
എടുക്കേണ്ടത്, ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ ജുഡീഷ്യറി. പക്ഷേ ആ ജുഡീഷ്യറിയെ കൈയാളുന്നത് ഒരിക്കലും ഈ പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള ഒരു പങ്കാളിത്തമുള്ള ഒരു സംവിധാനമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല കാരണങ്ങൾ പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊളീജിയം സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പരമ്പരാഗതമായി അങ്ങനെ കാലങ്ങളായി ജഡ്ജിമാർ കുടുംബങ്ങളിൽ നിന്ന് വരുന്നു. പക്ഷേ അതൊരു 30% ആ നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാനുള്ളത്. അതിനപ്പുറത്ത് എങ്ങനെയാണ് 2023 കണക്കിലും 80% സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഈ ഉന്നത ജാതിക്കാർ മാത്രമായി മാറുന്നത് എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഒരു പട്ടികജാതിക്കാരനായ ഒരു ചീഫ് ജസ്റ്റിസ് നമുക്കുണ്ടാകുന്നത്. മാത്രമല്ല ഈ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേകത അദ്ദേഹം ബുദ്ധമതക്കാരൻ കൂടിയാണ് എന്നുള്ളതാണ്. ഭൂരിപക്ഷ മതത്തിൻ്റെ ഒരു പ്രതിനിധിയായ അല്ല അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഈ ആക്രമണത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം സനാതന ധർമ്മത്തെ എതിർക്കുന്ന ഒരാളെ ഇന്ത്യയിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ 71 കഴിഞ്ഞ മുതിർന്ന അഭിഭാഷകൻ ആ ഷൂ വലിച്ചെറിയുന്നത് ചീഫ് ജസ്റ്റിസിന് നേരെ എന്നത് ഓർക്കണം. അപ്പോൾ അത്രയും കടുത്ത ഒരു പ്രയോഗത്തിലേക്ക് ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? അതിനുള്ള പ്രകോപനം എന്തായിരിക്കാം? ആ പ്രകോപനം നമ്മൾ പരിശോധിക്കുമ്പോൾ അടിസ്ഥാനമില്ലാത്ത ഒരു ഹർജിയുമായി ഒരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഖജുരാഹോ ക്ഷേത്രത്തിലെ വിഗ്രഹം, വിഷ്ണു വിഗ്രഹം, മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കണം എന്നതാണ് ആവശ്യം, തകർന്ന വിഗ്രഹത്തിന് പകരം. പക്ഷേ ഇത് ജുഡീഷ്യറിക്ക് ആ മട്ടിൽ എളുപ്പത്തിൽ തീരുമാനമെടുക്കാവുന്ന ഒരു സംഗതിയല്ല എന്നതൊരു യാഥാർത്ഥ്യമായി മുന്നിലുണ്ട്. ഈ ഹർജിക്കാരന് പോലും അതറിയില്ലേ എന്ന് ചീഫ് ജസ്റ്റിസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ASIയുടെ കയ്യിലുള്ള ഒരു സംവിധാനമാണ് ഈ ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൽ ഇനിയൊരു ഒരു പുനഃസ്ഥാപനം വേണമെങ്കിൽ, അതിലൊരു മറ്റൊരു പ്രതിഷ്ഠ വേണം എന്നാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും കോടതിയിലുണ്ടാകുന്ന പല പരാമർശങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലേ. നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ യഥാർത്ഥ ശക്തനായ ഭക്തനാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചു നോക്കൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ മാധ്യമങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറ എന്ന് അദ്ദേഹം എന്തോ ഒരു ധാർഷ്ട്യ ഭാവത്തോടെ പറഞ്ഞു എന്ന മട്ടിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു. ആ മുതിർന്ന അഭിഭാഷകർ തന്നെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതേതാണ്ട് പൂർണ്ണമായും ഈ വാർത്തയെ ആ മട്ടിൽ തന്നെ ആളുകൾ വിശ്വസിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. കാരണം ഈ കൊണ്ടുവന്ന ഹർജിക്കാരനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നതിനൊരു കാരണം ഹർജിക്കാരന് പോലും അറിയാം ഇത് സുപ്രീം കോടതിയിൽ ചെന്ന് നേടിയെടുക്കാവുന്ന ഒരു വിഷയമല്ല എന്ന്. ASIക്ക് കീഴിൽ ഉള്ള ഒരു വിഷയത്തിന്മേലാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന കാര്യം ഹർജിക്കാരന് പോലും അറിയാമെന്നിരിക്കെ പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞതിനെ നേരെ നികൃഷ്ടമായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയാണ് ഒരു വലിയ വിഭാഗം ചെയ്തത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ സനാതന ധർമ്മത്തെ തകർക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പട്ടികജാതിക്കാരനാണ്, അദ്ദേഹം ബുദ്ധമതക്കാരനാണ് എന്നുള്ളതാണ്. തീർച്ചയായും വർണ്ണാശ്രമ ധർമ്മം എന്നത് കൂടിയാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനമെന്ന് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പരിശോധിച്ചാൽ ആ നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അത് തന്നെയാണ്, ആ ഒരു വ്യാഖ്യാനം തന്നെയാണ് ദേശവ്യാപകമായി രാജ്യവ്യാപകമായി നോക്കിയാൽ ഈ നേതാക്കൾ എല്ലാവരും, പല നേതാക്കളും ആവർത്തിച്ച് പറയുന്നത്, അത്തരത്തിലുള്ള തീവ്രവർഗീയ ശക്തികൾ ആവർത്തിച്ച് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ആ അകത്തളത്തിൽ കണ്ടത് എന്നത് കൂടിയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. കാരണം ഈ ജനനം അടിസ്ഥാനമാണ്, ഒരു മനുഷ്യൻ്റെ ജനനം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കർമ്മത്തിൽ അടിസ്ഥാനമാണ് എന്ന വ്യാഖ്യാനത്തെ ആ വ്യാഖ്യാനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ, ഈ കാര്യങ്ങളെ കാണുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്ന് കണക്കാക്കി എടുക്കുമ്പോൾ പോലും ആ പട്ടികയിൽ പോലും പെടാത്ത ഒരാൾ ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ഇരിക്കുമ്പോഴത്തെ ഒരു പ്രശ്നം കൂടി അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും തെറ്റു പറയാനാവില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ സ്വാഭാവികമായി വിമർശനം ഉയരുമ്പോൾ എല്ലാവരും പറയുന്നത് ശ്രീനാരായണ ഗുരുവും സനാതന ധർമ്മം എന്ന് വിശദീകരിച്ചിട്ടുള്ളൂ. സനാതനമാണ് ആത്യന്തിക സത്യം എന്ന്, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലേക്കാണ് പോകേണ്ടത്, രാജ്യവും പോകേണ്ടത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതന ധർമ്മം അത് സാർവത്രിക ധർമ്മം എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ പറയുന്നത് പോലെ ജന്മഗുണം എന്നതല്ല, അത് കർമ്മം അടിസ്ഥാനമാക്കിയുള്ള, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, അതായത് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനം, അതിനെ സനാതനമെന്ന് മറ്റൊന്നായി വ്യാഖ്യാനിച്ചത് മാത്രമാണ്. അതല്ലാതെ ഇതിനെ ഈ പറയുന്നത് പോലെ ഈ സനാതന ധർമ്മത്തെ
ആ മട്ടിൽ തൽക്കാലം വ്യാഖ്യാനിച്ചാലും വരേണ്ടതുമില്ല, ഈ വിമർശനങ്ങളോട് ആ മട്ടിൽ പ്രതികരിക്കേണ്ടതുമില്ല. കാരണം ഒരൊറ്റ കാര്യം പറഞ്ഞ് നമുക്കിത് ഈ വിഷയം അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല, ഇന്നിപ്പോൾ ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. അത് വേദങ്ങളിലൂടെയും ആയുധത്തിലൂടെയുമാണ് സ്വജനരക്ഷ ഉണ്ടാക്കേണ്ടത് എന്നും എല്ലാ സർക്കാരുകളും രാജ്യത്ത് ബ്രാഹ്മണക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുമാണ് ആ അഖിലേന്ത്യാ ബ്രാഹ്മണ സമ്മേളനത്തിൽ അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ആ സമുദായത്തിന് വേണ്ടി, അവരുടെ സമുദായത്തിന് വേണ്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല, സനാതന ധർമ്മ സംരക്ഷണാർത്ഥം കൂടിയാണ് ആ ആവശ്യം ഉന്നയിക്കുന്നത്. ഇതാണ് രാജ്യത്തിലെ പൊതു അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് ആക്രമിക്കപ്പെടുമ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാർക്ക് അപ്പുറത്ത് പ്രതികരിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്, ഗൗരവതരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവേളയിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന പദവിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെത്. രാജ്യത്തെ നീതിയുടെ പരമോന്നത ശബ്ദമാണ്. സനാതനധർമ്മത്തെക്കാൾ വലുതാണ് ഇന്ത്യയുടെ ഭരണഘടനയും അതിലൂടെ സ്ഥാപിതമായ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും. അത്ര വലിയ ഒരു പദവിക്കും അത് അലങ്കരിക്കുന്ന വ്യക്തിക്കും നേരെയാണ് ഈ വിദ്വേഷവും ധാർഷ്ട്യവും കാലിലഴിഞ്ഞ ഷൂവിൻ്റെ രൂപത്തിൽ അത് വലിച്ചെറിയപ്പെട്ടത്. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ആ അഭിഭാഷക വേഷധാരിക്ക് ലഭിച്ച ധൈര്യം എവിടെ നിന്നാകും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എത്തി നിൽക്കുന്നത് ഒരൊറ്റ ഇടത്താണ്. രാജ്യത്തെ ശക്തമായി ബാധിച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വേരുകളിലാണത് ചെന്ന് നിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. മുളയിലേ നുള്ളിയില്ലെങ്കിൽ മറ്റ് പല തലങ്ങളിലേക്ക് പോകാനിടയുള്ള പ്രവണതയാണിത്. ആ കാര്യത്തിലും RDXന് സംശയമില്ല. ശക്തമായ നടപടികൾ ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകണം. ഇക്കാര്യത്തിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വളരെ ഉദാരമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം ആ ഷൂ അടക്കം തിരികെ നൽകിക്കൊണ്ട് കേസെടുക്കാതെ ഈ അഭിഭാഷകനെ വിട്ടയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതൊരു മാതൃകയാണ്. പക്ഷേ അത് ഒരു സംവിധാനത്തിന്, ഒരു രാജ്യത്തിന് ഒരു മികച്ച മാതൃകയായി ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ എടുത്തു കാട്ടാൻ നമുക്ക് കഴിയുകയില്ല. RDX അടുത്ത വിഷയത്തിലേക്ക്.